കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി പരോളിന് പുറത്തിറങ്ങി. പിന്നെ 12 വർഷത്തെ ഒളിവ് ജീവിതം. ആ ഒളിവ് ജീവിതത്തിനിടെ അഭിനയിച്ചതാകട്ടെ മലയാളം, ബോളിവുഡ്, ഗുജറാത്തി അടക്കമുള്ള നിരവധി സിനിമകളിൽ. പിടിയിലായ ഗുജറാത്തി നടൻ ഹേമന്ത് നാഗിൻദാസ് മോദിയുടെ ഒളിവ് ജീവിതം ഞെട്ടിക്കുന്നതാണ്. വർഷത്തോളം പോലീസിന്റെ നിയമ സംവിധാനത്തിന്റെ കണ്ണുവെട്ടിച്ച് ഹേമന്ത് നാഗിൻദാസിന്റെ ഒളിവ് ജീവിത കഥ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ആർക്കും തിരിച്ചറിയാനാകാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ അയാൾ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച സിനിമകളിൽ മുഖം കാണിച്ചു എന്നത് അതിലേറെ സംശയത്തിനിടയാക്കുന്നതാണ്. മലയാള സിനിമയിലും ബിഗ് ബജറ്റ് സിനിമകളിലും അടക്കം അഭിനയിച്ചിട്ടും പരോളിലിറങ്ങി മുങ്ങി നടന്ന പ്രതിയെ കണ്ടെത്താൻ നിയമ സംവിധാനങ്ങൾക്കും സാധിക്കാതെ പോയത് എന്തുകൊണ്ടാകും? 2005 അഹമ്മദാബാദിലെ നരോദ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കൊലപാതക കേസിലാണ് ഹേമന്ത് നാഗിൻദാസ് മോദിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുന്നത്. ശിക്ഷ വിധിച്ച ശേഷം ഹേമന്തിനെ കൊണ്ടുപോയത് മെഹ്സാന ജയിലിലേക്കായിരുന്നു. ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഹേമന്ത് മാനസികമായി വളരെയധികം തകർന്നിരുന്നുവെന്നും ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന ചിന്ത അയാളെ വല്ലാതെ അലട്ടിയിരുന്നുവെന്നുമാണ് ഹേമന്തിന്റെ ഭാര്യ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഭാര്യയുമായുള്ള വിവാഹമോചനത്തിനും ഹേമന്ത് നീക്കങ്ങൾ നടത്തിയിരുന്നു. 2005 ശിക്ഷിക്കപ്പെട്ട ശേഷം 2014 ഹേമന്ത് പരോൾ ലഭിച്ച് പുറത്തിറങ്ങി. ജീവിതകാലം മുഴുവനുള്ള ജയിൽ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിരുന്നു അയാൾ ആ പരോളിനെ കണ്ടത്. പരോൾ കാലാവധി കഴിഞ്ഞിട്ടും ജയിലിലേക്ക് തിരികെ പോകാതെ ഹേമന്ത് ഒളിവിൽ പോയി. ഒളിവിൽ കഴിയാൻ അയാൾ തെരഞ്ഞെടുത്ത സ്ഥലം മുംബൈ ആയിരുന്നു. അവിടെ എത്തിയ ഹേമന്ത് പേരും മേൽവിലാസവും മാറ്റി സിനിമയ്ക്ക് സമാനമായ ഒളിവ് ജീവിതം നയിച്ചത് 12 വർഷമാണ്. ഒളിവിൽ കഴിയുന്ന ഒരു കുറ്റവാളിയായിട്ട് പോലും ആർക്കും സംശയം ജനിപ്പിക്കാതെ വർഷങ്ങളോളം അയാൾ സിനിമയിൽ അഭിനയിച്ചു എന്നതാണ് അതിലേറെ അതിശയിപ്പിക്കുന്ന കാര്യം. മലയാളം, ബോളിവുഡ്, ഗുജറാത്തി അടക്കമുള്ള നിരവധി സിനിമകളിൽ ഈ 12 വർഷത്തിനുള്ളിൽ അയാൾ അഭിനയിച്ചു. സിനിമയിലൊക്കെ വമ്പൻ താരങ്ങൾക്കൊപ്പം അഭിനയിക്കുമ്പോഴും ഇയാൾക്ക് മേൽ യാതൊരു സംശയവും ആർക്കും തോന്നിയിരുന്നില്ല. ഒടുക്കം ക്രൈംബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഗിഗാന്ത മെട്രോ സ്റ്റേഷന് സമീപത്ത് നിന്ന് ഹേമന്ത് നാഗിൻദാസ് മോദിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിനിടെ പോലീസിന് ലഭിച്ച വെളിപ്പെടുത്തലുകളും ഞെട്ടിക്കുന്നതാണ്. ഹേമന്തിന് എങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. હેમંત નાગિનભાઈ મોદી છેલ્લા 12 વર્ષથી ખૂનના સજામાં પાકા કામનો કેદી, સજા પામેલો કેદી પેરલ જમ્પ હતો, એને પકડી પાડવામાં આવેલો છે. આ કેદીએ 2005માં ખૂનના ગુનામાં તેમને 2008માં આજીવન કેદની સજા પડેલી. ત્યારબાદ 2014થી તે પેરલ જમ્પ થયેલો. આ પેરલ જમ્પ દરમિયાન તે અમદાવાદ, મુંબઈ, પાટણ જેવા અલગ અલગ શહેરમાં પોતાનું અલગ અલગ ધંધો કરી અને ગુજરાન ચલાવતો હતો. શરૂઆતના વર્ષોમાં તેમણે પીજીમાં રહેલો. ત્યારબાદ એમને અગાઉ નાટ્ય ઇન્ડસ્ટ્રીનો અનુભવ હતો. એ અનુસંધાને એમણે નાના કોઈ સોશિયલ મીડિયાના રોલો કરેલા. બાદ એમની આ કામ ઉપર વધારે ગ્રીપ આવી જતા તેમને નાના ફિલ્મોમાં પણ સપોર્ટિંગ રોલ તરીકે કામ કરેલો છે. એ દરમિયાન અમને ગઈકાલે માહિતી મળેલી કે આવો વોન્ટેડ આરોપી અમદાવાદ શહેર ખાતે છે. એટલે શરૂઆતમાં અમે લાવી અને એમની પૂછપરછ કરેલી, પણ ન સફળતા મળેલી. પણ અમે એની અગાઉનું જે એમના અમુક જે નિશાનો અમે અટક થયેલો ત્યારે ભરેલા એ બધું કન્ફર્મ કરતા એ જ આરોપી હોય. અને ઊંડાણપૂર્વક પૂછપરછ કરતા તેમણે કબૂલી લીધું કે હું છેલ્લા 12 વર્ષથી પેરલ જમ્પ થયો ત્યારબાદ હું હાજર જ નથી થયેલો અને હું એ જ કેદી છું કે જે મેં 2005માં નરોડા ખાતેના ખૂનમાં મને આજીવન જેલની સજા પડી. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹേമന്ത് നഗരത്തിലെത്തിയതായി വിവരം ലഭിച്ച പോലീസ് നടത്തിയ കൃത്യമായ നിരീക്ഷണമാണ് 12 വർഷത്തിന് ശേഷമെങ്കിലും ഹേമന്തിനെ വലയിലാക്കാൻ സാധിച്ചത്. പോലീസ് പിടിയിലായ ശേഷവും തുടക്കത്തിലൊന്നും തന്നെ തന്റെ യഥാർത്ഥ വ്യക്തിത്വം തുറന്നു സമ്മതിക്കാൻ ഹേമന്ത് തയ്യാറായിരുന്നില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് അയാളുടെ ക്രിമിനൽ മൈൻഡും ഒളിവിൽ കഴിയാൻ നടത്തിയ നീക്കങ്ങളുമൊക്കെ വ്യക്തമായത്. ഇത്രയും വർഷം ഒളിവിൽ കഴിയാൻ, അതും സിനിമ പോലൊരു മാധ്യമത്തിൽ മുഖം കാണിച്ചുകൊണ്ട് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ജീവിക്കാൻ ഹേമന്തിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നു?
അതോ ഇതൊക്കെ അയാൾ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്തതാണോ? ഇതൊക്കെ ഇപ്പോൾ ഒരു ചോദ്യമായി ബാക്കിയാവുകയാണ്. കൂടുതൽ അന്വേഷണത്തിൽ പോലീസ് വൈകാതെ തന്നെ ഇതിനുള്ള ഉത്തരവും കണ്ടെത്തട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.